ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയുടെ താരചക്രവർത്തിയാകുന്നു മോഹൻലാൽ എന്ന് പറയാം. അതെ, സൂപ്പർ താരങ്ങളുടെ രാജാവായി മാറുന്നു മോഹൻലാൽ. ബ്രാൻഡ് പവർ എന്ത് എന്നുള്ളത് ഇന്ന് കാണുകയാണ്. ഒരു സിനിമ തുടങ്ങാൻ പോകുന്നു, അതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് അഡ്വാൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ദിവസം തീർത്ത റെക്കോർഡ് ഇന്ത്യൻ സിനിമകളിലുള്ള ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് മാറിയിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. 6,25,480 ടിക്കറ്റുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് ആദ്യ 24 മണിക്കൂറിൽ. ഇത് മോഹൻലാലിൻ്റെ എന്താണ് ബോക്സ് ഓഫീസ് പവർ എന്ന് കാണിച്ചു തരികയാണ്. ഹിന്ദി സിനിമാ നടന്മാരുൾപ്പെടെ കിങ് ഖാൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ട് പോലും എത്താത്ത ഒരു കാര്യമെന്ന് തന്നെ പറയാം. അത്രത്തോളം കൊടൂരമായിട്ടുള്ള ആ ഒരു റെക്കോർഡ് തീർത്തത് അത് മോഹൻലാൽ, മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ എന്ന് തന്നെ പറയാം. കൽക്കി എന്ന സിനിമ വന്നു, 2,53,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ പുഷ്പ റെക്കോർഡുകൾ തൂക്കി 2,000 കോടിക്ക് മുകളിൽ 3,000 കോടിയിലേക്ക് എത്താൻ പോയ സിനിമ നേടിയത് 2,19,000 ടിക്കറ്റ് മാത്രം. കിങ് ഖാൻ്റെ സിനിമയ്ക്ക് കിട്ടിയതും അതേപോലെ തന്നെയാണ് എന്ന് പറയാം. അതായത് 2,53,000 ടിക്കറ്റുകൾ വിറ്റപ്പോൾ ലിയോ, സൗത്ത് ഇന്ത്യൻ ഏറ്റവും വലിയ താരം, വിജയ് നേടിയത് 1,26,000. എമ്പുരാൻ ഇവിടെ തകർത്തിരിക്കുന്നത് അതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ് എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് മോഹൻലാൽ ബ്രാൻഡ് പവർ എന്നുള്ളത്? ഇത്ര ബ്രാൻഡ് പവറുള്ള വേറെ ഒരു നടൻ ഇന്ത്യയിലില്ല എന്ന് പറയാം. ഒരുപക്ഷെ മലയാളത്തിന് പുറത്തായിരുന്നു അദ്ദേഹമെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് മൂവികളെ വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തിയായി മാറിയേനെ. ആ ഒരു ബോക്സ് ഓഫീസ് പവർ വേറെ ഒരു നടനും ഇന്ത്യയിലില്ല എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. കൽക്കി, ജവാൻ, പുഷ്പ, ലിയോ തുടങ്ങിയ സിനിമകളെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആദ്യ മണിക്കൂറുകളിൽ പോലും ഈ സിനിമയുടെ കുതിച്ചു ചാട്ടമുണ്ടായത്. ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് വമ്പൻ തുകയാണ് സിനിമ അടിച്ച് കയറ്റി വെച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് വീഡിയോസ്.